ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് കോസ്കോയിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാണ് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പം ഞാൻ അവിടുത്തെ ഞങ്ങൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗോൾഡ് കോസ്റ്റിലാണ് ഉള്ളത്. ഗോൾഡ് കോസ്റ്റിൽ കുമേറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോസ്കോ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോ എടുക്കണം. കോസ്കോയിൽ വീക്കെൻഡ്സിൽ പോവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. വീക്ക് ഡേയ്സിലാണ് ഞങ്ങൾ അധികവും പർച്ചേസ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. അതിന് $65 ഒരു കാർഡ് നമുക്ക് കിട്ടും. കോസ്കോയുടെ അകത്ത് കയറുമ്പോൾ തന്നെ ഇലക്ട്രോണിക് സെക്ഷനാണ് ഫസ്റ്റ് വരുന്നത്. നമുക്കങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസ് കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ചുമ്മാ നോക്കി നടന്നു. വാങ്ങിത്തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? ടൈറ്റാനിയം ഇനി പറഞ്ഞ കളർ 256 GB. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെയാണ്. ഹെയർ സ്ട്രൈറ്റ്നർ, പിന്നെ ലാപ്ടോപ്പ്, ഹെഡ്സെറ്റ്, ഗെയിം സെറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യം കരുതിയത് ഫാൻസി ആണെന്നാണ്. പിന്നെയാണ് റേറ്റ് ശ്രദ്ധിക്കുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുറച്ചായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. ഹലോവിനും ക്രിസ്മസിനൊക്കെ ഇനിയൊരു 4 മാസം കൂടെ ഉണ്ട്. എന്നാലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇപ്പോഴേ അവൈലബിൾ ആണ് കോസ്കോയിൽ. പിന്നെ ഒരു റിച്ച് പുൽക്കൂട് കണ്ടു. ഒരുപാട് ഗോൾഡൻ വർക്കൊക്കെ ചെയ്ത് ഗോൾഡൻ എംബ്രോയ്ഡറീസൊക്കെ വരുന്നൊരു റിച്ച് ആയിട്ടുള്ള പുൽക്കൂട്. പിന്നെ കോസ്കോയിൽ ക്ലോത്തിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ട്രയൽ നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു കൺഫ്യൂഷനായിരുന്നു എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് മേടിച്ചിട്ടില്ല. പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു. കിഡ്സിനൊക്കെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്, ഈ യെല്ലോ കിവി. ഇതിനെന്തെങ്കിലും പേര് പറയുമോ എനിക്കറിയില്ല. ഭയങ്കര സ്വീറ്റാണ്. സൺ ഗോൾഡ്. അപ്പോൾ അതിന് ഇത്രയാണ് റേറ്റ് വരുന്നത്. 1.9 kgക്ക് $17 അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഓരോ ടൈമിലും സീസൺ അനുസരിച്ചുള്ള ഫ്രൂട്ട്സാണ്. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഇത് എടുക്കണോ തിരിച്ച് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം ഇത്രയൊന്നും നമ്മുടെ ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ട. അതുകൊണ്ട് തിരിച്ചു വെക്കാനുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. പിന്നെ മീറ്റിൻ്റെ സെക്ഷൻ, അതും ഇതൊക്കെ പോലെ തന്നെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. ഡേറ്റ് നോക്കിയിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ വെർത്താണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഫ്രോസൺ സെക്ഷൻ, അതൊരു വലിയൊരു നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു സെക്ഷൻ തന്നെയാണ്. വാങ്ങിയാലോ? 1 കിലോ വാങ്ങിയാലോ? പിന്നെ നമുക്ക് ഒരു വലിയൊരു ബെനിഫിറ്റ്, ഇങ്ങനെ ഫുഡൊക്കെ ബിസി ആയിട്ടുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ സാൻഡ്വിച്ചൊക്കെ ആകുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. പിന്നെ ഞങ്ങളെപ്പോഴും മേടിക്കുന്നൊരു റൊട്ടി പറാത്തയാണിത്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഫ്രോസൺ ഐറ്റംസിൽ ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. സമൂസ, അങ്ങനെ നമ്മളത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഓരോ സ്ഥലത്ത് ഇതുപോലെ ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ടാവും. നമുക്കത് ട്രൈ ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കാം. അപ്പോൾ അത് ഷുഗർ കെയിൻ്റെ ജ്യൂസായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ വരുമ്പോൾ മാംഗോ ജ്യൂസ് ഉണ്ടായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട ആക്ച്വലി എനിക്ക് പൊട്ടറ്റോ മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും ക്വാണ്ടിറ്റി കണ്ടതുകൊണ്ട് എടുത്തില്ല. പിന്നെ ബ്രെഡിൻ്റെ കാര്യമാണെങ്കിലും ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. ഡേറ്റും അധികമില്ല, പെട്ടെന്ന് എക്സ്പയർ ആവുന്നതാണ് ഡേറ്റൊക്കെ. അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി വരുന്നത് ചെറിയ ഫാമിലിക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ ഫ്രോസൺ ആക്കി വെച്ചിട്ട്
മെല്ലെ എടുക്കേണ്ടിയൊക്കെ വരും. പിന്നെ ഉള്ളത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനാണ്. ഞങ്ങൾ ആക്ച്വലി ഫിഷ് ഇവിടുന്ന് മേടിക്കാറില്ല, സീ ഫുഡ് മാർക്കറ്റ് പോയിട്ടാണ് ഫിഷ് മേടിക്കാറ്. പക്ഷേ ഇവിടെ ഒത്തിരി ഫിഷിൻ്റെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫിഷ് മേടിക്കാം, ഒരു പെട്ടെന്ന് വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. നാട്ടിലൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് ചോക്ലേറ്റ് മേടിക്കുന്നത് വർത്തായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. So take care and bye bye.